ദ്രാവിഡ സംസ്കാരത്തിൽ ഉത്ഭവിച്ച മലയ പുലയ വിഭാഗക്കാരുടെ മലപുലയാട്ടം. മാരിയമ്മനെയും കാളിയമ്മനെയും പ്രീതിപ്പെടുത്താൻ ഒരു ജനത മലപുലയാട്ടം കെട്ടിയാടി. ഇടുക്കി ജില്ലയിലെ മലപ്പുലയൻ വിഭാഗക്കാരുടെ തനത് നൃത്തരൂപമാണ് മലപ്പുലയാട്ടം. സ്ത്രീകളും പുരുഷന്മാരും ഒത്തൊരുമിച്ചാടുന്ന ഈ നൃത്തരൂപത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ ഉറുമി, കിട്ട്മുട്ടി, കട്ടവാദ്യം, ചിക്വാദ്യം. നമ്മുടെ ഇടുക്കി ജില്ലയിലെ മറയൂർ കാടുകളിൽ കണ്ടുവരുന്ന മലപ്പുല വിഭാഗക്കാരുടെ ഒരു നൃത്തരൂപമാണ് മലപ്പുലയാട്ടം. അതായത് പ്രധാനമായിട്ട് ഇതിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പാട്ടില്ല. ഇപ്പോൾ സർക്കാർ നമ്മുടെ 5 ഗോത്രകലകളാണ് കലോത്സവ മേഖലയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ആ 5 ഗോത്രകളിൽ പാട്ടില്ലാത്ത നമ്മുടെ അതായത് വാദ്യങ്ങൾ മാത്രമായിട്ടുള്ളൊരു നൃത്തരൂപമാണ്, ഗോത്ര നൃത്തമാണ് മലപ്പുലയാട്ടം. ഇതിൽ പ്രധാനമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആചാരവും അതേപോലെ ഇവരുടെ സന്തോഷങ്ങളിൽ ഇവർ അവതരിപ്പിക്കുന്ന മലപ്പുല വിഭാഗക്കാർ അവതരിപ്പിക്കുന്ന നൃത്തരൂപമാണ് മലപ്പുലയാട്ടം. ഇതിൽ കൂടുതലായിട്ട് ചടുലമായിട്ടുള്ള സ്റ്റെപ്പുകളാണ്. അതായത് ഒരു സ്ലോ പോഷൻ എന്ന് പറയുന്ന സംഭവം തന്നെ ഈ ഡാൻസിലില്ല. ഒരുപാട് കായികക്ഷമത വേണ്ടി വരുന്ന നൃത്തരൂപമാണ്. ഇത് ആണുങ്ങളാണ് ഈ വാദ്യങ്ങൾ വായിക്കാറുള്ളത്. അതാണ് നമ്മുടെ പെൺപുലികൾ വായിച്ചിട്ടുള്ളത്. പിന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും ചേർന്നിട്ട് അവതരിപ്പിക്കുന്ന നൃത്തരൂപമാണ് മലപ്പുലയാട്ടം. പ്രധാന വാദ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടവാദ്യം, അതുപോലെ ചിക്കുവാദ്യം, കിടിമുട്ടി എന്ന് പറയുന്ന കാട്ടുവാദ്യങ്ങളാണ് പ്രധാനമായിട്ട് ഇതിലുള്ളത്. പിന്നെ ഉറുമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് ബേസ് ആയിട്ടുള്ള വാദ്യമാണ്. മുടി കെട്ടുന്ന രീതിയൊക്കെ മലപ്പുലയാട്ടത്തിന് 5 ഗോത്രകളിൽ നിന്ന് വ്യത്യസ്തമാണ്. അതേപോലെ തലയിൽ പൂവ് കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ ഒറിജിനൽ പൂവാണ് വെക്കാറുള്ളത്. പക്ഷേ നമ്മുടെ ഈ കലോത്സവ മേഖല ആയ കാരണം നമ്മൾ വാങ്ങുന്നത് അതായത് പ്ലാസ്റ്റിക് പൂവുകളാണ്, പേപ്പർ പ്ലാസ്റ്റിക് പൂവുകളാണ് കലോത്സവ മേഖലയിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കാറുള്ളത്. ദ്രാവിഡ സംസ്കാരത്തിൽ ഉത്ഭവിച്ച മലയപുലയ വിഭാഗക്കാരുടെ മലപുലയാട്ടം. മാരിയമ്മനെയും കാളിയമ്മനെയും പ്രീതിപ്പെടുത്താൻ ഒരു ജനത മലപുലയാട്ടം കെട്ടിയാടി. കലോത്സവ നഗരിയിൽ നിന്നും അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം ലിഡിയ ജേക്കബ്, മീഡിയ 1.